സുധാകരൻ വിഷയത്തിൽ അനുനയ ശ്രമവുമായി CPM രംഗത്ത് വന്നിട്ടുണ്ട്. ജി സുധാകരനെ ഫോണിൽ വിളിച്ച് MV ഗോവിന്ദൻ പരിഹസിച്ചില്ല, എല്ലാം തെറ്റിദ്ധാരണയെന്ന് ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യം അല്ലെങ്കിൽ അങ്ങനെ ചിരിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണെന്നും വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നു. സുധീഷ്, ജി സുധാകരൻ പോയാൽ അത് വലിയ നഷ്ടം തന്നെയാണ് എന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ചിരിക്കുന്നു. അതുകൂടാതെ ജനറൽ സെക്രട്ടറി MA ബേബിയും കഴിഞ്ഞ ദിവസം ജി സുധാകരനുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. എന്തായാലും പാർട്ടി നേതൃത്വം ഇടപെട്ടത് കൊണ്ടാകാം ഇന്നത്തെ വാർത്താ സമ്മേളനം അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ. വിനോദ്, ഇപ്പോൾ ജി സുധാകരൻ വ്യക്തമാക്കുന്നത് അദ്ദേഹം ഇത് സംബന്ധിച്ച് അടിയന്തരമായ ഒരു പ്രതികരണത്തിനോ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കോ വരുന്നില്ല. അതേസമയം തന്നെ ആലോചിച്ച് വ്യക്തമായ ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം പ്രതികരിക്കാമെന്നതാണ് ജി സുധാകരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ MV ഗോവിന്ദനും ഇന്നലെ ജില്ലാ സെക്രട്ടറി R നാസർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം MA ബേബിയൊക്കെ ജി സുധാകരനുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. MA ബേബി ആവശ്യപ്പെട്ടിരിക്കുന്നത് 7-ാം തീയതി വരെ ഒന്ന് ക്ഷമിക്കണം, അതുവരെ അതിനുള്ളിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്ന രീതിയിലാണ് ജി സുധാകരനോട് അറിയിച്ചിട്ടുള്ളത്. അതേസമയം MV ഗോവിന്ദൻ ഫോണിൽ വിളിച്ച് പറഞ്ഞത് താൻ പരിഹസിച്ചിട്ടില്ല, അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള പ്രതികരണമായിരുന്നില്ല, അത് മാധ്യമങ്ങളുടെ ചോദ്യം കേട്ട് അതിനോടുള്ള പ്രതികരണമായിരുന്നു എന്നൊക്കെയാണ് MV ഗോവിന്ദൻ അനുനയിപ്പിക്കുന്നതിനായി ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അംഗത്വം പുതുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജി സുധാകരൻ ഇതിലൊന്നും ഇതുവരെയും വഴങ്ങിയിട്ടില്ല. ജില്ലാ സെക്രട്ടറി R നാസറും ഇന്നലെ ഫോണിൽ വിളിച്ചിരുന്നു, അംഗത്വം പുതുക്കണമെന്നും മറ്റും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴും അത് പുതുക്കുന്നില്ല എന്ന് തന്നെ വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു. അതിലുപരി ജി സുധാകരനെ ആലപ്പുഴയിൽ ഒതുക്കുന്നതിൽ MV ഗോവിന്ദന് ആലപ്പുഴയുടെ ചാർജ് ലഭിച്ച അന്ന് മുതലാണ് അതിന്റെ നീക്കങ്ങൾ തുടങ്ങിയത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജി സുധാകരൻ. MV ഗോവിന്ദൻ എന്താണെന്നും MV ഗോവിന്ദൻ ജി സുധാകരനുള്ള സമീപനം എന്തായിരുന്നു എന്നും വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ MV ഗോവിന്ദൻ ഇന്നലെ എന്തുകൊണ്ടില്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെയും ജി സുധാകരന്റെ വിഷയത്തിൽ എടുത്ത സമീപനം, ആ സമീപനത്തിൽ തന്നെയാണ് ജി സുധാകരന് ഏറ്റവും വലിയ അതൃപ്തിയുള്ളത്. ഒരു പരിഗണനയും നൽകുന്നില്ല എന്ന കാര്യം ജി സുധാകരന് വ്യക്തതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ വിളിച്ച് ഇപ്പോൾ നല്ല 2 വാക്ക് പറഞ്ഞാൽ തീരുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ. അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം മുതലുള്ളവർ നടത്തിയ അധിക്ഷേപങ്ങൾ അതെല്ലാം വ്യക്തമായി പാർട്ടിക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒരുത്തർക്കെതിരെയും ഒരു നടപടി എടുക്കുകയോ അവരെ ശാസിക്കുകയോ പോലും ചെയ്തിട്ടില്ല പാർട്ടി എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഇവർ പരിഹസിച്ചതല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരില്ല എന്നത് തന്നെയാണ് ജി സുധാകരന്റെ നിലപാട്. ഒരു പക്ഷേ പാർട്ടി വിടുവോ ഇനിയും അംഗത്വം അവസാന നിമിഷം പുതുക്കുവോ എന്നതൊക്കെ ഒരു വിഷയമായി തന്നെ നിൽക്കുമ്പോഴും ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നിന്ന് അവഹേളനവും അവഗണനയും നേരിട്ടു എന്ന കാര്യം 100% അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിക്ക് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത്. കഴിഞ്ഞ 5 വർഷം പാർട്ടി പരിപാടികളിൽ നിന്ന് ഒഴിച്ചു നിർത്തി എന്നത് യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്ന കാര്യമാണ്. ഇത് എല്ലാം യാഥാർത്ഥ്യമായി നിൽക്കെ ജി സുധാകരന്റെ ഇനിയത്തെ രാഷ്ട്രീയ നീക്കം എന്താകുമെന്ന ഒരു ആലോചന, അത് എങ്ങനെ അത്തരം വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ സുധീഷ്. ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത ജി സുധാകരൻ അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. സുധീഷ്, വിനോദ്, ഇന്നലെ തന്നെ നമ്മൾ നൽകിയിരുന്നു ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരിക്കലും UDF സ്വതന്ത്രനായി മത്സരിക്കുകയല്ല. അത്തരത്തിൽ ജി സുധാകരൻ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ അവിടെ പിന്തുണയ്ക്കാൻ, സ്ഥാനാർത്ഥികളെ നിർത്താതെ പിന്തുണയ്ക്കാനുള്ള ആലോചനയാണ് UDFനും കോൺഗ്രസിനും ഉള്ളത്. അത്തരത്തിൽ ഉള്ള ചില നിർദ്ദേശങ്ങളുമായി അവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത് എന്തായാലും അനുനയ നീക്കം പാർട്ടി നടത്തുന്നുണ്ട്. കാരണം സുധാകരനെ പോലെയുള്ള ഒരാൾ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നത് അത് ആര് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ പോകുന്ന നഷ്ടമാണ് എന്ന് പാർട്ടി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അല്ലേ? ആലപ്പുഴയിൽ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം CPMന് അല്ലെങ്കിൽ പാർട്ടിക്ക് അനിഷേധ്യനായ നേതാവ് തന്നെയാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ പോകട്ടെ എന്നൊന്നും വെക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഫോണിലൊക്കെ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരുപക്ഷെ പോകാതിരിക്കാം അല്ലേ, ജി സുധാകരൻ പാർട്ടിയിൽ തന്നെ തുടരാം. പക്ഷേ എന്തായാലും പറയേണ്ടത് ഇന്നലെ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായി
പുറം ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെയാണ്.